ഹൃദയാഘാതം മനുഷ്യരുടെ ഹൃദയത്തിൽ സാരമായിട്ടുള്ള കേടുപാടുകൾ അവശേഷിപ്പിക്കുന്നു. അത് പരിഹരിക്കാനുള്ള കഴിവ് നമ്മുടെ ഹൃദയത്തിന് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. പക്ഷെ മത്സ്യങ്ങൾക്കും ഉഭയജീവികൾക്കും ഹൃദയകോശങ്ങളുടെ തകരാറുകൾ മാറ്റുവാനും അത് പരിഹരിക്കുവാനും സാധിക്കുന്നു. നശിച്ചുപോയ പേശികൾക്ക് പകരം മറ്റു പേശികൾ റീജനറേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നു. എന്താണ് ഈ ഒരു രഹസ്യം? അപ്പോൾ ഇങ്ങനെ ഒരു രഹസ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ അത് മനുഷ്യരാശിക്ക് വളരെ വലിയ ഒരു ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാലും ഒരു വലിയ പ്രശ്നം സയൻറ്റിസ്റ്റുകളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്കും സസ്തനികളുടെയും തമ്മിലുള്ള ഒരു വലിയ അന്തരമാണ് കാരണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സയൻറ്റിസ്റ്റുകൾ ആ സമയത്താണ് സീബ്ര ഫിഷിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. സീബ്ര ഫിഷ് എന്ന് പറഞ്ഞാൽ അലങ്കാര മത്സ്യമായിട്ട് നമ്മൾ മലയാളികൾ വളർത്തുന്ന വരയൻ മത്സ്യത്തിലാക്കാണ്. നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ളതാണ് ഹൃദയകോശങ്ങൾ. നമ്മുടെ തൊലിയിലാകട്ടെ, അതായത് ചർമ്മത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടലിലാവട്ടെ, കേടായതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള കോശങ്ങളെ മാറ്റി സ്ഥാപിക്കുവാനുള്ള പരിപാടികൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് കോശ വിഭജനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. അതായത് നമ്മുടെ ഹൃദയത്തിലെ പേശികളായ കാർഡിയോ മയോസൈറ്റുകൾ സാധാരണയായി നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വിഭജനം നിർത്തിവെക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേടായിട്ടുള്ള കോശങ്ങളെ പുനർനിർമ്മിക്കുവാനുള്ള കഴിവ് ഹൃദയത്തിന് ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് ഈ കാർഡിയോ മയോസൈറ്റുകൾ? വളരെ സങ്കീർണമായിട്ടുള്ള ഘടനയുള്ളതും അതുപോലെ തന്നെ വളരെ സങ്കീർണമായ പ്രവർത്തനവുമുള്ള വളരെ ഒരു സങ്കീർണമായ കോശങ്ങളാണ് ഈ മയോകാർഡിയോസൈറ്റുകൾ. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു മുറിവേറ്റി കഴിഞ്ഞാൽ അത് പുനഃക്രമീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് പുനർക്രമീകരണം നടത്തുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ശരീരം നടത്തുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ഹൃദയപേശികളുടെ അതേ ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ കോശങ്ങൾ രക്തം ഫലപ്രദമായി പമ്പ് ചെയ്യാനുള്ള ഹൃദയത്തിൻ്റെ ആ ഒരു കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. ഈ ഒരു കാര്യം കൊണ്ടാണ് ഹൃദയത്തിൻ്റെ തകരാർ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ പിന്തുടർന്നതിൻ്റെ ഒരു മെയിൻ കാരണം. പക്ഷേ നമ്മുടെ ഗവേഷകർ ഹൃദയകോശത്തിനെ വളരെ ആരോഗ്യകരമായിട്ട് പുനർനിർമ്മിക്കുവാനുള്ള ശ്രമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മൂലകോശ തെറാപ്പി, ടിഷ്യൂ എൻജിനീയറിംഗ്, ജീൻ തെറാപ്പി എന്നിവ പോലെയുള്ള ഹൃദയകോശങ്ങളുടെ പുനരുജ്ജീവനത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഗവേഷകർ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സ്വന്തം സീബ്ര ഫിഷ് അല്ലെങ്കിൽ വരയൻ മത്സ്യം ഗവേഷകർക്ക് മുന്നിലേക്ക് നീന്തി വരുന്നത്. സീബ്ര ഫിഷുകൾക്ക് അല്ലെങ്കിൽ സീബ്ര മീനുകൾക്ക്, നമ്മുടെ വരയൻ മീനുകൾക്ക് ഹൃദയത്തിലുണ്ടാകുന്ന ഈ ഒരു പരിക്കുകൾ പരിഹരിക്കാനുള്ള കഴിവുകളുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ ഒരിക്കലും മനുഷ്യരിലേക്ക് പകർത്താൻ സാധിക്കുക. അതിനാൽ തന്നെ താരതമ്യമായ ഒരു പഠനത്തിന് വേണ്ടി യൂട്ടാ സർവകലാശാലയിലെ ബയോളജിസ്റ്റുകൾ മുൻഗണന നൽകിയത്. അതിനുവേണ്ടി അവർ ഒരു പരീക്ഷണം ചെയ്യാൻ തയ്യാറായി. 2 തരത്തിലുള്ള മീനുകളെയാണ് എടുത്തത്. ഒന്ന് ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ഹൃദയപേശികളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള സീബ്ര ഫിഷും മറ്റൊന്ന് ആ കഴിവില്ലാത്ത മഡാക്ക ഫിഷുമായിരുന്നു. അതായത് ഈ സീബ്ര ഫിഷിനും മെഡാക്ക ഫിഷിനും ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. സമാനമായിട്ടുള്ള ഹൃദയ രൂപഘടനയാണ് ഈ 2 ഫിഷുകൾക്കും. ഒരേപോലെയുള്ള ആവാസ വ്യവസ്ഥയിലുമാണ് ഇവ രണ്ടും ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സീബ്ര ഫിഷിന് മാത്രം ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതും മെഡാക്ക ഫിഷിന് ഇങ്ങനെ ഒരു കഴിവ് കിട്ടാതെ പോയതും? ഗാഗ്നോൺ ലാബിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനും ഗവേഷണ ഗ്രന്ഥത്തിന്റെ രചയിതാവുമായിട്ടുള്ള ക്ലേട്ടൺ ഹാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മീനുകളെ പഠിക്കുന്നതിലൂടെ അവയുടെ ഹൃദയപേശികളുടെ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഈ ഹൃദയങ്ങൾ രണ്ടും പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അതായത് ദശലക്ഷക്കണക്കിന് മുമ്പ് ജീവിച്ചിരുന്ന പൂർവികന്റെ അല്ലെങ്കിൽ പൊതുപൂർവികന്റെ ഒരു പിൻഗാമിയാണ് ഈ സീബ്ര ഫിഷ്, അതുപോലെ തന്നെ ഈ മെഡാക്ക ഫിഷും. അതായത് റേ ഫിൻഡ് മത്സ്യങ്ങളുടെ ഹെലിയോസ്റ്റ് കുടുംബത്തിലെ അംഗങ്ങൾ. ഇവ രണ്ടും ഏകദേശം 1.5 ഇഞ്ച് നീളമുള്ളതും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്നതും 2 അറകളുള്ള ഹൃദയങ്ങൾ ഉള്ളവയുമാണ്. മെഡാക്ക മീൻ ജപ്പാനിലും അതുപോലെ തന്നെ സീബ്ര ഫിഷ് ഗംഗാ നദിയുടെ തീരങ്ങളിലുമാണ് കാണുന്നത്. ഈ സയന്റിസ്റ്റുകൾ ആദ്യം പഠിച്ചത് ഹൃദയ തന്മാത്രാ കോശങ്ങളെ പറ്റിയായിരുന്നു. ഒരു പരിക്കുണ്ടായിക്കഴിഞ്ഞാൽ അവയെ എങ്ങനെ ഇവ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു ഇവർ ആദ്യമായി പരീക്ഷിച്ച ഒരു കാര്യം. ലിയോസ്റ്റ് കുടുംബാംഗങ്ങൾക്ക് ശരിക്കും ഹൃദയകോശങ്ങളുടെ കേടുകൾ പരിഹരിക്കുവാനുള്ള കഴിവ് പൂർവികനിൽ നിന്നും കിട്ടിയെന്നാണ്
ഇവർ നിഗമനത്തിലെത്തിയത്. പക്ഷേ ഈ മെഡാക്ക മീനുകൾക്ക് എങ്ങനെയാണ് ഈ ഒരു കഴിവുകൾ നഷ്ടപ്പെട്ടത്? അതറിഞ്ഞു കഴിഞ്ഞാൽ സസ്തനികൾക്കുള്ള ഹൃദയകോശങ്ങളുടെ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യവും മനസ്സിലാക്കാൻ സാധിക്കും. മലയാളികൾ ഈ സീബ്ര ഫിഷിനെ വളർത്തുന്നത് പോലെ തന്നെ യുഎസിലും അലങ്കാര മത്സ്യമായിട്ടാണ് സീബ്ര ഫിഷിനെ വളർത്തുന്നത്. 1970കളിൽ ഭ്രൂണ വികസനം പഠിക്കുന്നതിനുള്ള ഒരു ജീവിയായിട്ട് ഈ സീബ്ര ഫിഷിനെ തിരഞ്ഞെടുത്തു. വേഗം ഇവ പെരുകുന്നതിനാൽ തന്നെ ഇവയെ പഠിക്കാനും ഇവയെ വളർത്തുവാനും വളരെ എളുപ്പമായിരുന്നു. ക്രയോ പ്രോബ് എന്നിട്ടുള്ള ഒരു ഉപകരണമാണ് സയന്റിസ്റ്റുകൾ മീനുകളിലെ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ആ ഒരു ഉപകരണം കൊണ്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു, അതായത് മനുഷ്യരിൽ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ഒരു സെയിം അവസ്ഥ ഈ മീനുകളുടെ ഹൃദയത്തിലും ഈ ഉപകരണങ്ങൾ വെച്ചിട്ട് സയന്റിസ്റ്റുകൾ ഉണ്ടാക്കി. അതായത് ദ്രാവക നൈട്രജനിൽ -170 വരെ തണുപ്പിച്ച ഒരു ചെമ്പുകമ്പിയാണ് ഈ ക്രയോ പ്രോബിൽ ഉപയോഗിച്ചിരുന്നത്. മീനുകളുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കിയതിന് ശേഷം 23 സെക്കൻഡുകൾ അവ പ്രവർത്തിപ്പിച്ചു. 2 വിഭാഗത്തിലുള്ള മീനുകളുടെ, അതായത് മെഡാക്ക ഫിഷിൻ്റെയും സീബ്ര വരയൻ ഈ ഫിഷിൻ്റെയും ഈ മീനിൻ്റെയും ഹൃദയത്തിൽ ഒരുപോലെയുള്ള തകരാറുകളാണ് ഈ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയത്. 95% മീനുകളും പരീക്ഷണത്തെ അതിജീവിച്ചു. ക്രയോ പ്രോബ് ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആഘാതമാണ് പിന്നെ പഠിച്ചത്. 3 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ അവയുടെ ഹൃദയങ്ങൾ വേർതിരിച്ചെടുത്ത് പഠന വിധേയമാക്കി. ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മുറിവുകൾ ശാസ്ത്രജ്ഞന്മാർ നല്ലപോലെ പരിശോധിച്ചു. വൈറൽ അണുബാധയുടെ സമയത്ത് കണ്ടേക്കാവുന്ന രോഗപ്രതിരോധ പ്രതികരണമാണ് സീബ്ര ഫിഷിൻ്റെ ഹൃദയത്തിൽ കണ്ടെത്തിയത്. പക്ഷേ അത്തരമൊരു പ്രതികരണം മെഡാക്ക ഫിഷിൻ്റെ ഹൃദയത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെയും കൂടുതലായി നിരീക്ഷിച്ചപ്പോൾ സീബ്ര ഫിഷിൻ്റെ ഹൃദയപേശിയിലുള്ള ഒരു പ്രത്യേകതരം കോശം ഈ മെഡാക്ക ഫിഷിൻ്റെ ഹൃദയപേശികളിൽ കാണുവാൻ സാധിച്ചില്ല. ഹൃദയകോശങ്ങളെ എങ്ങനെയാണ് ഈ സീബ്ര ഫിഷ് സുഖപ്പെടുത്തുന്നത്? എല്ലാ മൃഗങ്ങളുടെയും പൂർവികർക്ക് പരിക്കിന് ശേഷം ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ കാലക്രമേണ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഈ ഒരു കഴിവ് ഒട്ടേറെ മൃഗങ്ങൾക്കും നഷ്ടമായി എന്നാണ് സയന്റിസ്റ്റുകൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് സീബ്ര ഫിഷിന് മാത്രം അത് നിലനിന്നത്? അതായത് സീബ്ര ഫിഷിൻ്റെ പുനരുജ്ജീവനത്തിനുള്ള കഴിവ് അതിൻ്റെ രോഗപ്രതിരോധ ശക്തിയിൽ തന്നെ ഉണ്ടെന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ വളരെ കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ അവർക്ക് ഇനിയും പരീക്ഷണങ്ങൾ വേണ്ടി വന്നു. ഹൃദയത്തിന് പരിക്കേറ്റപ്പോൾ മെഡാക്ക ഫിഷിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ രോഗപ്രതിരോധ കോശങ്ങൾ ഈ സീബ്ര ഫിഷിൽ ഉണ്ടായതായി അവർ കണ്ടെത്തി. ഈ സീബ്ര ഫിഷിൻ്റെ മുറിവുണ്ടായ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ മുറിവുണ്ടായ ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പാട് കണ്ടെത്തി. അത് ഒരു കട്ടിയുള്ള കോശത്തിൻ്റെ ജാലമായിട്ട് മാറിയില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? പ്രത്യേക മാക്രോഫേജ് സെല്ലുകൾ ആ മുറിവുണ്ടായ ഭാഗത്ത് പുതിയ രക്തക്കുഴലുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും കാരണമായതായിട്ടാണ് ഇവർ കരുതപ്പെടുന്നത്. അങ്ങനെ കാലക്രമേണ പുതിയ പേശികൾ കേടായവയെ മാറ്റിസ്ഥാപിച്ചു. തന്മൂലം അവയുടെ ഹൃദയം സുഖപ്പെടുകയും ചെയ്തു. മൃഗങ്ങൾക്ക് എങ്ങനെയാണ് ഹൃദയകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നത്? ഏത് വഴിയാണ് ഈ ഒരു സവിശേഷമായ കഴിവ് നഷ്ടപ്പെട്ടത്? ഇവയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമ്മുടെ പരിമിതികളെ തന്നെ കണ്ടുപിടിക്കുവാനുള്ള ഒരു സ്രോതസ്സായിരിക്കും. അങ്ങനെ ആ പരിമിതികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പരിമിതികളെ മുഴുവൻ മറികടക്കുവാനുള്ള ഒരു തന്ത്രം, അല്ലെങ്കിൽ ഒരു സവിശേഷമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. അവസാനം ഇത്തിരി പോന്ന ഒരു സീബ്ര ഫിഷ് എന്ന് പറയുന്നത് ഗവേഷകർക്ക് ഒരു വലിയ മീനാണ്. അവയിൽ നടത്തിയ പഠനം ഒരു തുടക്കം മാത്രമാണ്. അങ്ങനെ ലഭിച്ച വിജ്ഞാന അടിത്തറയുടെ പശ്ചാത്തലത്തിൽ ഇനി സസ്തനികളിൽ പരീക്ഷണം നടത്തും. ഒടുവിൽ നമ്മുടെ ചികിത്സാ മാർഗങ്ങളെല്ലാം വികസിക്കണം.